തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയുടെയും പ്രതിയായ അമ്മാവൻ ഹരികുമാറിന്റെയും ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. കൊലപാതകത്തിന്റെ തലേ ദിവസമുള്ള ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ വീണ്ടെടുക്കാനാണ് പരിശോധന. അതേസമയം ഹരികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഹരികുമാറിനെ കൂടാതെ കുട്ടിയുടെ അമ്മ ശ്രീധുവിനെയും വീണ്ടും ചോദ്യം ചെയ്യും. എന്നാൽ പ്രതി അന്വേഷണത്തിനോട് സഹകരിക്കുന്നില്ല എന്ന് പോലീസ് പറയുന്നു. ചന്തു ചന്ദ്രശേഖറുണ്ട് വിശദാംശങ്ങളുമായി. ചന്തു, ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തെങ്കിൽ കൂടി ഈ പ്രതിയായ അമ്മാവൻ ഈ പറയുന്നതുപോലെ എന്തിനാണ് ഇത്തരത്തിലൊരു ക്രൂര കൃത്യം ചെയ്തത് എന്നുള്ളത് ഈ ഘട്ടം വരെയും അയാൾ പറഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വരുത്താനാണ് പോലീസ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇന്നലെയും ഈ പറയുന്നത് പോലെ ഈ അമ്മാവൻ്റെയും അമ്മയുടെയും വാട്സാപ്പ് ചാറ്റുകളിലടക്കം പോലീസിനൊരു സംശയം ഉണ്ടായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പോലീസിൻ്റെ അന്വേഷണം ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്? തീർച്ചയായും ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് കൂടിയാണ് പോലീസ് ഇപ്പോൾ മുതിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഫോൺ രേഖകളുടെ പരിശോധനയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ഈ ഫോണുകൾ ശാസ്ത്രീയമായ പരിശോധന നടത്തി ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ അതിൽ നിന്നും ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. ഈ പ്രതി ഹരികുമാർ കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ ശ്രീധുവിൻ്റെ ഒരു സഹായം ഈ പ്രതിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൻ്റെ അന്വേഷണം നീളുന്നത്. ഇപ്പോൾ ഈ അമ്മുമ്മ ശ്രീകലയെയും മൂത്ത കുഞ്ഞിനെയും ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് അവരുടെ വിശദമായ ഒരു മൊഴി കൂടി രേഖപ്പെടുത്തും. ഇന്നലെ അമ്മുമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ മൂത്ത കുട്ടിയെ ഇന്നലെ ഒരു കൃത്യമായ ഒരു മൊഴി എടുക്കുന്ന തരത്തിലേക്ക് പോലീസ് പോയിരുന്നില്ല. അപ്പോൾ മൂത്ത കുഞ്ഞിനെ കൂടി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കുട്ടിയോട് കൂടി കാര്യങ്ങൾ ചോദിച്ചറിയും. ഏതെങ്കിലും തരത്തിൽ ഇയാൾ, അതായത് ഈ പ്രതി ഹരികുമാർ ഇതിനു മുൻപ് കുട്ടികളെ ഉപദ്രവിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കുട്ടിയോട് ചോദിച്ചറിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. നേരത്തെ ഈ ശ്രീധുവിൻ്റെ മൊഴി അനുസരിച്ച് ഈ ഹരികുമാർ കുട്ടികളെ നേരത്തെ തന്നെ ഉപദ്രവിച്ചിരുന്നു എന്ന് മൊഴി ശ്രീധു നൽകിയിട്ടുണ്ട്. ഈ രണ്ടാമത്തെ കുട്ടിയെ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു പ്രകൃതമായിരുന്നു ഈ ഹരികുമാറിൻ്റേതെന്നും ശ്രീധു പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിനു മുൻപും ഇത്തരത്തിൽ കുട്ടികളെ ഉപദ്രവിച്ചിരുന്നതായി ശ്രീധു പോലീസിന് പറഞ്ഞൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അക്കാര്യം കൂടി സ്ഥിരീകരിക്കുന്നതിന് ഈ കുട്ടിയോട് ചോദിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്നാണ് ഇപ്പോൾ പോലീസ് കരുതുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കുട്ടിയെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും അതിനോടൊപ്പം തന്നെ ഈ ശാസ്ത്രീയ പരിശോധനകളും സ്വാഭാവികമായും തുടരും. ഫോൺ രേഖകൾ പരിശോധിക്കും. ഈ പ്രതി ഇപ്പോൾ പോലീസുമായി ഒട്ടും സഹകരിക്കുന്നില്ല. ആഹാരം കഴിക്കുന്നതിനോ വെള്ളം കുടിക്കുന്നതിനോ ഒന്നും തയ്യാറാകുന്നില്ല. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിൽ തന്നെ ഇയാൾ പോലീസിനോട് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ പോലീസിനെ വെല്ലുവിളിക്കുന്ന ഒരു പ്രകൃതമൊക്കെ കാണിച്ചിരുന്നു. എന്നാൽ പോയി കണ്ടുപിടിക്കൂ എന്ന തരത്തിലേക്കുള്ള കാര്യമായിരുന്നു ആദ്യം ഈ പോലീസിനോട് പറഞ്ഞത്. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഉച്ചയോടുകൂടി ഇയാൾ കുറ്റം സമ്മതിക്കുന്നത്. ശേഷം വൈകിട്ടോടുകൂടി ഈ കേസിൽ ഈ പ്രതി ഹരികുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അമ്മ ഇപ്പോൾ പൂജപ്പുര മഹിളാ മന്ദിരത്തിലാണ്. ആവശ്യമെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി അമ്മയെയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും. ഉച്ചയോടുകൂടി ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളുടെ വൈദ്യപരിശോധന നടപടികൾ കൂടി പൂർത്തിയാക്കി നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചന്തു, ഈ കുടുംബത്തിനകത്ത് നടന്ന കാര്യമാണ് ഈ പറയുന്നത് പോലെ ഈ അമ്മാവൻ ഇന്നലെ കുറ്റം സമ്മതിച്ചു. എന്നിരുന്നാൽ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഇത്തരത്തിലൊരു കൃത്യം നടത്തിയതെന്നൊക്കെ ആ കുടുംബത്തിനകത്തുള്ളവർക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. അമ്മാവൻ്റെ നിലപാടാണെങ്കിൽ ചന്തു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ മുതൽ നിങ്ങൾ പോലീസുകാരെ വേണമെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചോ എന്നുള്ളതാണ്. പോലീസ് എന്ത് സാധ്യതകളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന അന്വേഷണം നടത്തുന്നത് ചന്തു? ഈ പ്രധാനമായും മൊഴികളുടെ വൈരുദ്ധ്യം കണക്കിലെടുത്താണ് ഈ അമ്മാവനെയും അമ്മയെയും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യം ആ സംശയം അമ്മയിലേക്ക് മാത്രമായിരുന്നുവെങ്കിലും ഒടുവിൽ അമ്മാവനിലേക്ക് ഈ ചോദ്യം ചെയ്യൽ എത്തിച്ചേരുകയായിരുന്നു. അതിൽ പ്രധാനമായും ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഇയാളുടെ ഒരു വൈരാഗ്യം, ആ വൈരാഗ്യത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഈ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി, ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലേക്ക് എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. ഇയാൾ ഇത് ആദ്യമായിട്ടല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇദ്ദേഹം ഈ വൈരാഗ്യം കുട്ടികളോടടക്കം സൂക്ഷിച്ചിരുന്നു. ചില പ്രത്യേക ഉദ്ദേശങ്ങൾ ഇയാൾക്കുണ്ടായിരുന്നു. ആ ഉദ്ദേശങ്ങളൊന്നും നടക്കുന്നില്ല. അതിന് കുഞ്ഞുങ്ങൾ തടസ്സമാകുന്നു. കൂടാതെ വലിയ തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു. ആ സാമ്പത്തിക ബാധ്യതകൾക്ക് കാരണം ഈ കുഞ്ഞുങ്ങളാണ് എന്ന തരത്തിലൊക്കെ ഇയാൾ വിശ്വസിച്ചിരുന്നു. അത്തരത്തിലുള്ള വിശ്വാസങ്ങളുടെയൊക്കെ പുറത്താണ് ഇയാൾ കുട്ടികളെ ഉപദ്രവിച്ചിരുന്നത്. കുട്ടികളെ ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് ഇന്നിപ്പോൾ മൂത്ത കുഞ്ഞിന്റെ അടക്കം മൊഴിയെടുക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അമ്മയെ കൂടി ഉൾപ്പെടുത്തിയുള്ള ചോദ്യം ചെയ്യലൊക്കെ ഇന്നുണ്ടാകും എന്നും പ്രതീക്ഷിക്കുന്നു. ചന്തു ചന്ദ്രശേഖറാണ് വിശദാംശങ്ങൾ നൽകിയത്.